ഹരി ഓം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശ്രീ അവധൂത മഹാശയ. പ്രിയ അവധൂത് ഗുരു ശ്രീ ഗുരുപ്രസാദ് ഗുരുജി അവർകൾക്കും പ്രിയമുള്ള എല്ലാ സഹസാധകർക്കും ആത്മരതിയെ തേടി ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ മാർഗബന്ധുക്കൾക്കും ഗുരുദാസിൻ്റെ ആത്മപ്രണാമം. ഹീലിംഗ് ക്യാമ്പിലൂടെ കുറച്ച് എനർജിയൊക്കെ സമ്പാദിച്ച് തിരിച്ചു പോകാം എന്ന് വിചാരിച്ച് ഇവിടെ എത്തിയ നമ്മളോട് എന്തിനാണ് ഈ ദോഹയൊക്കെ ഈ ഗുരുദാസ് ഇരുന്ന് പറയുന്നത് എന്നൊരു പക്ഷേ ചിന്തിക്കുന്നവരുണ്ടാകാം. നമ്മുടെ മെഡിറ്റേഷൻ സെഷനുകളെല്ലാം പ്രതിമാസ ധ്യാനത്തിൻ്റെ എല്ലാം ആദ്യ പടിയാണ് ഒരു ദോഹ. അത് നാരായണദാസ് ജി ആയാലും ഗുരുദാസ് ആയാലും അതേപോലെയുള്ള സാധന ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഗുരുവിൽ ആത്മപ്രണാമം നടത്തുന്ന ഒരു സാധകനായിരിക്കും അത് സാധാരണ പ്രസൻറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ദോഹ നമ്മൾ പരിചയപ്പെടുത്തുന്നത്? ശരിക്കും പറഞ്ഞാൽ മീരാഭായിയെ കൂട്ട് ഒരാളുടെ കവിത ഗുരുദാസിനെ പോലെ ഒരാൾ പരിചയപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിലെന്തോ പരസ്പര വൈരുദ്ധ്യമുണ്ട്. ഒരാൾ എന്തു പറഞ്ഞോ അതിൽ ജീവിച്ചിരുന്ന ആളാണ്. ഒരാൾ ഇപ്പോഴും നേരത്തെ പറഞ്ഞ ഭൗതിക വ്യാഘ്രത്തിൻ്റെ പിടിയിൽപ്പെട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വലിയ രീതിയിൽ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ. സ്വാഭാവികമായും ആ പ്രയത്നത്തിൽ മഹാസത്യമായി നിലനിൽക്കുന്ന അവധൂത്ജി പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമാണ് ഇതെല്ലാം. നമ്മളെപ്പോഴും പറയാറുണ്ട്, നമ്മുടെ പൂർവസൂരികൾ നമുക്ക് തന്ന എന്താണോ സത്ത് അത് നമ്മൾക്ക് ഊർജമായി മാറും. നമ്മൾ ഒരു പാത തിരഞ്ഞെടുത്തു കഴിഞ്ഞു. 2 നില കെട്ടിടം വേണമെന്നോ നല്ല ജോലി വേണമെന്നോ എൻ്റെ അസുഖം മാറണമെന്നോ ഒന്നുമല്ല നമ്മൾ തിരഞ്ഞെടുത്തത്. നമ്മൾ തിരഞ്ഞെടുത്തത് കാണുന്ന ഈ അഭിമുഖമായിരിക്കുന്ന നമ്മളിലെല്ലാം നിറഞ്ഞിരിക്കുന്ന എന്തോ ഒരു സത്യമുണ്ട്, ഒരു ബോധമുണ്ട്. അതെന്താണ് എന്ന് തിരയുകയാണ് നമ്മുടെ ലക്ഷ്യം. ഇനി അങ്ങനെയല്ലാതെ ആരെങ്കിലും മനസ്സിൽ കരുതിയിട്ടുണ്ടെങ്കിൽ ഈ മീരാ ഭജൻ പരിചയമായി കഴിയുമ്പോൾ അതൊക്കെ മാറും എന്നാണ് ഗുരുദാസിൻ്റെ വിശ്വാസം. ഇതിൽ നമുക്ക് വേണ്ടത് കുറേ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. ഒരു പക്ഷേ നമ്മളിപ്പോൾ ധരിക്കുന്ന നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളും ഇതിനകത്തിലുണ്ടാകാം. നമ്മൾ ചെയ്യേണ്ടത് ശ്രദ്ധയോടുകൂടി, വളരെ ശ്രദ്ധയോടുകൂടി ഗുരുദാസിൽ നിന്ന് വരുന്ന വാക്കുകൾ ഗുരുദാസിൻ്റേതല്ല എന്ന് തിരിച്ചറിഞ്ഞു 19 വർഷത്തോളം ഒരു മഹാപാത പിന്തുടരുന്നതിൽ നിന്നും അദ്ദേഹം പ്രസാദിച്ചു തരുന്ന എന്തൊക്കെയോ ആണ് എന്ന് ധരിക്കുകയും അതിൽ നമുക്ക് സാംശീകരിക്കേണ്ടതായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം സാംശീകരിക്കാൻ ശ്രമിക്കുകയും ആവശ്യമില്ല എന്ന് തോന്നുന്നതിനെ ധൈര്യമായി വിട്ടുകളയുവാനും ഉള്ള, നേരത്തെ നമ്മൾ താഴെ പറഞ്ഞതുപോലെ ആ ഒരു മനസ്സ്, വർത്തമാനത്തിൽ ജീവിക്കുന്ന ഒരു മനസ്സുമായി മീരാഭായി
അഭിനവരാധയായ മീരാഭായിയുടെ ഈ കവിത നമ്മൾ ശ്രദ്ധിക്കുക, ഓർത്തിരിക്കുക. ഇതൊരിക്കലും ഒരു കവിതയല്ല, ഇതൊരാത്മഗീതമാണ്. ആ ഗീതത്തെ സാംശീകരിക്കാൻ ഗുരുപാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് ഒരു ശ്രമം, ഒരു എളിയ ശ്രമമാണിത്. മനെ ചാഗർ രാഘോജി ഗിരിധാരി ലാൽ ചാഗർ രാഘോജി. എനിക്ക് ജോലി വേണം എന്നാണ് മീരാഭായി പറയുന്നത്. എനിക്ക് വേല തരൂ. നമ്മളും നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ഇത് തന്നെയാണ്. എനിക്ക് ജോലി വേണം, ശമ്പളം വേണം, സ്വസ്ഥമായി ജീവിക്കണം, അത് കഴിഞ്ഞാൽ പിന്നെ വിവാഹം കഴിക്കണം. ഇങ്ങനെയാണ് നമ്മൾ ഓരോന്നും ആവശ്യപ്പെടുന്നത്. ഇവിടെ മീരാഭായിയും ആ പൂർണ്ണ സത്യത്തോട്, ആ ബ്രഹ്മസത്യത്തോട് ഇതുതന്നെ ആവശ്യപ്പെടുകയാണ്, എനിക്ക് ജോലി തരണം. ഇനി നമ്മുടെ ഉള്ളിലൊരു ജോലി കിട്ടിയാൽ എന്തൊക്കെയാണോ നമ്മൾ ധരിക്കുന്നതെന്ന് മീരാഭായിയുടെ ആവശ്യമായിട്ട് നമ്മൾ ഒന്ന് തട്ടിച്ചു നോക്കിയാൽ കാര്യങ്ങൾ കൃത്യമായി നമുക്ക് പിടികിട്ടും. ആദ്യം ആ കവിത ഒന്ന് വായിക്കാൻ ശ്രമിക്കുകയാണ്. ചാഗർ രഹസും ബാഗ് ലഗാസും നീത് ഉട് ദർശൻ പാസും വൃന്ദാവൻ की कुंज गली में तेरी लीला गासुम. चाकरी में दर्शन पावुम सुमिरक पावुम खर्चे भाव भगदी जागिरी पावुम तीनों बातों सरसी. मोर मुक्त पीतांबर सोहे गल बैजयंती माला. वृंदावन में धेनु चढ़ावे मोहन मुरली वाला. हरे 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 नींद बाग लगाऊं बीच बीच राखम क्यारी. संवारिया की दर्शन पाऊं पहर कुसुम्बी साड़ी. जोगी आया जोग करण को तब करने सन्यासी. हरि भजन को साधु आया वृंदावन के वासी. मीरा के प्रभु गहर गंभीरा सदा बसोजी धारा. आदि रात प्रभु दर्शन दीने प्रेम नदी के तीरा. मने ചാഗർ രാഘോജി, ഹേ ഗിരിധാരി, അങ്ങ് എനിക്കൊരു ജോലി തരണം. അങ്ങ് എനിക്കൊരു ജോലി തരണം എന്ന് പറയുമ്പോൾ പരമഹംസർ പറഞ്ഞ വേലക്കാരിയെ നമ്മൾ ഓർത്തിരിക്കണം. നമുക്ക് തരുന്ന എല്ലാ ജോലികളും വൃത്തിയായി നമ്മൾ ചെയ്യേണ്ടിടത്ത് ചെയ്യും. പക്ഷേ ഇതൊന്നും നമ്മളുടേതല്ല എന്ന ധാരണ നമ്മളിൽ ഉണ്ടാകണം. ആ ജോലിയാണ് മീരാഭായി ആവശ്യപ്പെടുന്നത്. ഹേ ശ്യാമ, എനിക്ക് ഒരു ജോലി തരൂ, എന്നെ ഒരു വേലക്കാരിയാക്കി മാറ്റൂ. ചാഗർ രഹസും ബാഗ് ലഗാസും നീത് ഉട് ദർശൻ പാസും വൃന്ദാവൻ की കുഞ്ച് ഗളി में തേരി ലീല ഗാസും. എനിക്ക് നീ ജോലി തന്നാൽ ഹേ ശ്യാമവർണ്ണ, ഞാൻ നിനക്ക് വേണ്ടി സേവനം ചെയ്യും. നിനക്ക് വേണ്ടി ഞാൻ പൂർണ്ണമായി സേവനം ചെയ്യും. അങ്ങനെ സേവനം ചെയ്താൽ ആ സേവനത്തിൻ്റെ ഈ വൃന്ദാവനമാകെ ഞാൻ തോട്ടങ്ങൾ നട്ടു വളർത്തും. പച്ചപ്പ് കിനിയുന്ന തോട്ടങ്ങൾ നട്ടു വളർത്തും. സുഗന്ധം പരത്തുന്ന പൂക്കൾ ഇവിടെ ഞാൻ വിരിക്കും. പിന്നോ ഓരോ പുലർച്ചയിലും നിന്റെ ദർശനത്തിനു വേണ്ടി ഞാൻ കേഴും. മാത്രമല്ല, ആ ദർശനം വൃന്ദാവനത്തിൻ്റെ ഉള്ളിലൂടെ, ആ ദർശന സൗഭാഗ്യത്തെ വൃന്ദാവനത്തിൻ്റെ ഓരോ ഗളികളിലൂടെയും ഇടവഴികളിലൂടെയും ഞാൻ പാടി പാടി നടക്കും. ഓരോ ഗളികളിലൂടെയും അങ്ങയുടെ ലീലകൾ ഞാൻ പാടി പാടി നടക്കും എന്നാണ്. ചാകരി മേം
ദർശൻ പാവും സുമിരണ് പാവും ഖർച്ചി ഭാവ് ഭഗതി ജാഗിരി പാവും തീനോം ബാത്തോം സർസി. പക്ഷെ അങ്ങനെ ഞാൻ ഈ വൃന്ദാവനം മുഴുവൻ തോട്ടമാക്കി മാറ്റുമ്പോൾ സുഗന്ധപുഷ്പങ്ങൾ ഇവിടെ വിരിയിച്ചെടുക്കുമ്പോൾ അതിന് തീർച്ചയായും എനിക്ക് കൂലി വേണം. എനിക്ക് അർഹതപ്പെട്ട വേതനം തന്നെ അങ്ങ് തരേണ്ടി വരും. അതിന് എനിക്ക് ഈ 3 അവകാശങ്ങൾ അല്ലെങ്കിൽ 3 കാര്യങ്ങൾ ചെയ്തു തരണം. ഞാൻ അങ്ങേക്ക് ജോലി ചെയ്തു തരണമെങ്കിൽ എന്താണ്? എൻ്റെ സേവനത്തിന് പകരം നിശ്ചയമായും അങ്ങ് ഓരോ പുലർച്ചയിലും അങ്ങയുടെ ദർശനം തന്നിരിക്കണം. രണ്ടാമത്തെ കാര്യം, നീ ഒരു കാര്യം മനസ്സിലായിരിക്കണം, എനിക്ക് എൻ്റെ ശമ്പളം പൂർണ്ണമായി തരണം. എൻ്റെ ശമ്പളം എന്താണ്? നിന്റെ നാമജപമാണ് എൻ്റെ ശമ്പളം. ആ ശമ്പളം എനിക്ക് പൂർണ്ണമായി തരണം എന്ന് മീര കൃഷ്ണനോട്, ശ്യാമവർണ്ണനോട് അപേക്ഷിക്കുമ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം, എൻ്റെ പ്രതിഫലം പോലും നിന്റെ ദയയാണ്. എന്നെ ജോലി ചെയ്യാൻ അനുവദിക്കുന്നത്, ഞാൻ ഈ പ്രതിഫലം മേടിക്കുന്നത്, ഞാനിവിടെ തോട്ടങ്ങൾ നട്ടുവളർത്തുന്നത്, നിനക്കുള്ള ദർശനം എനിക്ക് ലഭിക്കുന്നത്, ഇതെല്ലാം ഹേ ശ്യാമ നിന്റെ ദയയാണ് എന്നാണ് മീര ഓർക്കുന്നത്. ഓർത്തിരിക്കുക, നമ്മളൊരു ജോലിക്ക് കയറി, ഓഫീസിൽ കയറി ആദ്യത്തെ ശമ്പളം മേടിക്കുമ്പോൾ എപ്പോഴെങ്കിലും നമ്മൾ പറയാറുണ്ടോ, ഹേ ഭഗവാനെ അങ്ങയുടെ കൃപയാണ് ഈ നോട്ടുകൾ എന്ന് എപ്പോഴെങ്കിലും നമ്മൾ പറയാറുണ്ടോ? മീര പറയുന്നു, ഇതങ്ങയുടെ ദയ കൊണ്ട് മാത്രമാണ്. എൻ്റെ ശമ്പളം ഞാൻ എത്രമാത്രം ജപിക്കുന്നുവോ, ജപം എന്ന് പറഞ്ഞാൽ ചുണ്ടനക്കിയിരിക്കുന്നതല്ല, സ്മരണ, ആന്തരിക സ്മരണയുണ്ടാകണം എന്തിനെക്കുറിച്ചും, അതാണ് ജപമായി മാറുന്നത്. നല്ലതിനെക്കുറിച്ച് സ്മരിച്ചാൽ നല്ലതായി നമ്മൾ പോകും. നെഗറ്റീവിനെ കുറിച്ചാണ് സ്മരിക്കുന്നതെങ്കിൽ നെഗറ്റീവായിട്ട് തന്നെ നമ്മൾ പോകും, ഒരു സംശയവും വേണ്ട. അയലത്തുകാരൻ്റെ കുശുമ്പാണ് നമ്മൾ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായും നമ്മൾ മഹാകുശുംബനായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് മീര പറയുന്നു, എനിക്ക് കിട്ടുന്ന പൂർണ്ണ ശമ്പളം പോലും, എൻ്റെ സേവനത്തിന് കിട്ടുന്ന പൂർണ്ണ ശമ്പളം പോലും ഹേ ശ്യാമവർണ്ണ അങ്ങയുടെ ദയയാണ്. അതുമാത്രമല്ല, എനിക്കൊരവകാശമുണ്ടാകണം. അങ്ങനെയാണ് ജോലി ചെയ്യുമ്പോൾ ശമ്പളം വേണം, ഒപ്പം അവകാശവും സംരക്ഷിക്കപ്പെടണം. അതിനുവേണ്ടിയാണ് എപ്പോഴും പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നത്. മീര പറയുന്നു, എനിക്ക് എൻ്റെ അവകാശങ്ങൾ കൂടി അങ്ങ് കൽപ്പിച്ചു തരണം. എന്തൊക്കെയാണ് എൻ്റെ അവകാശങ്ങൾ? ഞാൻ അങ്ങയ്ക്ക് സേവനം ചെയ്തു തരുമ്പോൾ ഞാൻ എന്തൊക്കെയാണ് എൻ്റെ അവകാശങ്ങളായി അങ്ങയോട് ചോദിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ആ നിത്യസത്യത്തോട് മീര ഇങ്ങനെ പ്രതികരിക്കുന്നു, അങ്ങയിലുള്ള സ്മരണയും അങ്ങയോടുള്ള ഭക്തിയുമാണ് എൻ്റെ അവകാശങ്ങൾ. വീണ്ടും ഗുരുദാസൻ എടുത്തു പറയാനുള്ളത് ആലോചിച്ച് നോക്കുക. നമ്മൾ ഒരു പ്രാവശ്യം ജപിച്ചാൽ, നാരായണ എന്നോ അല്ലെങ്കിൽ ഏത് വിഭാഗത്തിലെ ഈശ്വരനെ വിളിച്ച് നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ അഭിമാനിക്കുന്നവരാണ്. ഞാൻ ജപിച്ചു എന്ന് അഭിമാനപൂർവ്വം 4 പേരെ ബോധ്യപ്പെടുത്താനാണ് നമ്മൾ ശ്രമിക്കാറ്. അഥവാ നമ്മുടെ കുട്ടികൾ ആരെങ്കിലും അബദ്ധവശാൽ ജപിച്ചു പോയാൽ, ദൈവത്തെ സ്മരിച്ചാൽ ഇവൻ എന്തൊക്കെയോ കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞ് അവനെ പെട്ടെന്ന് നിയന്ത്രിച്ച് മാറ്റി നിർത്താൻ ശ്രമിക്കുന്ന നമ്മുടെ സ്ഥാനത്താണ് മീര ഭഗവാനോട് പറയുന്നു, ആ പരമസത്യത്തോട് പറയുന്നു, ആ നിത്യബോധത്തോടെ പറയുന്നു, അങ്ങയെക്കുറിച്ചുള്ള സ്മരണയും അങ്ങയോടുള്ള ഭക്തിയും അതാണ് എൻ്റെ അവകാശം എന്ന് പറഞ്ഞാൽ, അങ്ങയുടെ ഓരോ നാമം ഞാൻ ജപിക്കുന്നതും അങ്ങയുടെ കനിവ് കൊണ്ടാണ്. അങ്ങയിലുള്ള ഭക്തി എന്ന് പറയുമ്പോൾ ഞാൻ 20 രൂപയ്ക്ക് അർച്ചന നടത്തിയേക്കാം, എനിക്കിന്നത് കിട്ടണമെന്ന് പറയുന്നതല്ല, നിഷ്കാമമായ ഭക്തിയാണ് മീര പറയുന്നത്. എൻ്റെ ഉള്ളിൽ എത്രമാത്രം ഭക്തി ഉണ്ടാകുന്നുവോ ആ ഭക്തിയെല്ലാം നിന്റെ കനിവാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ പൂർണ്ണമായ അവകാശം തരണം. ഒരു കടു വ്യത്യാസമില്ലാതെ, ഒരു നിമിഷാന്തരങ്ങളില്ലാതെ
നിന്നിലുള്ള ഭക്തി എന്നിൽ വർദ്ധിക്കണം, നിന്റെ നാമം ജപിക്കാൻ എന്നെ അനുവദിക്കണം. അതാണ് എൻ്റെ പൂർണ്ണമായ അവകാശം എന്നാണ് മീര ഇതിലൂടെ അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നത്. മോർ മുകട് പീതാംബര സോഹേ ഗള് വൈജയന്തി മാല വൃന്ദാവനമേം ദേനു ചടാവേ മോഹന മുരളീവാല. അങ്ങെന്താണ് ചെയ്യുന്നത്? ഞാൻ നട്ടുവളർത്തിത്തരുന്ന പൂന്തോട്ടത്തിൽ അതിൻ്റെ സുഗന്ധമുള്ള പുഷ്പങ്ങളുടെ ഗന്ധം ആസ്വദിച്ചുകൊണ്ട് അങ്ങ് അതില് അങ്ങയുടെ ശിരസിൽ സുന്ദരമായ മയിൽപ്പീലികൾ ചൂടി പീതാംബര വസ്ത്രധാരിയായി മഞ്ഞപ്പട്ടുടുത്ത് പീതാംബര വസ്ത്രധാരിയായി മുഖസ്മിതത്തോടുകൂടി മന്ദസ്മിതം, ഭഗവാന്റെ മന്ദസ്മിതം, ബോധപ്രാപ്തന്റെ മന്ദസ്മിതം എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാം അറിഞ്ഞു എന്ന സ്മിതമല്ല വരുന്നത്. മറിച്ച് ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നിൽ നിന്ന് ആ സ്മിതം നിന്നിലേക്ക് പകരട്ടെ എന്ന വലിയ ത്യാഗത്തിൻ്റെ കഥയായിരിക്കും ആ സ്മിതത്തിലൂടെ കയറി വരുന്നത്. ആ കണ്ണനെ, ആ പരമസത്യത്തെ ഹേ പരനായ കള്ള എന്ന് വിളിച്ചാണ് നമ്മൾ അഭിസംബോധന ചെയ്യുന്നത്. ആ സത്യത്തോട് മീരാഭായി ഇതുതന്നെയാണ് വീണ്ടും വീണ്ടും പറയുന്നത്. ഞാൻ ഒരുക്കിത്തരുന്ന പൂങ്കാവനത്തിൽ, ഞാൻ ഒരുക്കിത്തരുന്ന വൃന്ദാവനത്തിൽ വിവിധ വർണ്ണങ്ങളുള്ള പൂക്കൾ വിരിയുന്ന, ഗന്ധങ്ങൾ വിരിക്കുന്നിടത്ത് നീ നിന്റെ കൂട്ടുകാരെയും വിളിച്ച് സഖികളെയും കൂടി ആ മുരളി അങ്ങനെ ചുണ്ടിൽ വെച്ച് ഈ വിശ്വത്തെ നിലനിർത്തുന്ന മധുരമായ ഗീതം പൊഴിക്കുന്നു. അത് ഞാൻ കാണുന്നു. ഭഗവാൻ എന്ത് മധുരമായ ഗീതമാണ് പൊഴിക്കുന്നത്! മധുരമായ ഗീതം ആസ്വദിച്ചുകൊണ്ട് കാലത്തെ മറന്നുകൊണ്ട് എന്തിനാണ് ഗോപികമാർ ചുറ്റും കൂടുന്നത്? ഗോപികമാർ മാത്രമല്ല, സർവചരാചരങ്ങളും കാത് കൂർമ്പിച്ചങ്ങനെ നിൽക്കുകയാണ് ആ മുരളി ഗാനത്തിന് വേണ്ടി. ഒരു ഗുരുവിൽ നിന്നും പരമമായി ഒഴുകിയെത്തുന്ന നിത്യബോധത്തിൻ്റെ സത്യങ്ങളെ പരമമായ ശ്രദ്ധയോടുകൂടി, സമർപ്പണ മനോഭാവത്തോടുകൂടി ഒപ്പിയെടുക്കാൻ വെമ്പൽ പൂണ്ടു നിൽക്കുന്ന സാധകനാണ് പ്രകൃതി, സാധകനാണ് ഈ ഗോപികമാർ. അവർക്ക് ഒരു നിമിഷത്തിൻ്റെ 100-1 പോലും ഇല്ലാതായി പോകരുത്. എന്താണോ ആ പരമമായ സത്യം പറയുന്നത് അത് പൂർണ്ണമായും തനിക്ക് ഉൾക്കൊള്ളണം. അങ്ങനെ എല്ലാവരെയും ആ നിത്യസത്യത്തിൻ്റെ സത്യത്തിൽ, ആ മൊഴികളിൽ കുടുക്കി കാലത്തിനതീതമായി നീ കെട്ടി വലിച്ചു കൊണ്ടുപോവുകയാണ്. ഒരു സാധകനെ എങ്ങനെയാണോ നിത്യസത്യങ്ങൾ അറിയിച്ചുകൊണ്ട് ഗുരു തൻ്റെ കൂടെ കൂട്ടി കാലാതീതനായി സഞ്ചരിപ്പിക്കുന്നത്, അതുപോലെയല്ലേ ഹേ മുരളീധര നീ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും എന്നാണ് മീര ചോദിക്കുന്നത്. ഹര ഹരേ 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 നീന്ത് ബാഗ് ലഗാവും ബീച്ച് ബീച്ച് രാഖും ക്യാരി സംവരയ കി ദർശൻ പാവും പഹഡ് കുസുംബി സാരി. അങ്ങനെ നീ ആ മുരളിയുമൂതി എൻ്റെ വൃന്ദാവനത്തിൽ മുരളീധരനായി സകല ചരാചരങ്ങളെയും ഉദ്ബോധിപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ ഹേ കണ്ണ ഹേ ഹരേ ഹരേ, ഞാൻ ഈ പച്ചത്തോട്ടങ്ങൾ വെച്ചു പിടിപ്പിക്കുന്നത് മാത്രമല്ല, അതിൽ നിന്ന് സുഗന്ധമായ പൂക്കൾ ഉണ്ടാക്കുന്നത് മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ കടകൾ തുടങ്ങും. എന്താണ് കടകളുടെ ഉദ്ദേശം? കാശ് മേടിക്കുക, വസ്തു കൊടുക്കുക. ഇവിടുത്തെ കടകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. മീരാഭായി ഒരുക്കുന്ന വൃന്ദാവനത്തിലെ ഈ പൂന്തോട്ടങ്ങളിൽ നടത്തുന്ന കടകൾക്ക് ഒരു വ്യത്യാസമുണ്ട്. എന്താണോ തനിക്ക് ലഭിക്കുന്നത് അത് അതേപോലെ തൻ്റെ സഖിമാർക്കും തൻ്റെ കണ്ണനും തൻ്റെ ഗോക്കൾക്കുമെല്ലാം കൃത്യമായി വീതിച്ചു കൊടുക്കുകയാണ്. ഒരു പക്ഷേ നമ്മുടെ ഇവിടുത്തെ സെക്ഷനുകളിൽ പങ്കെടുക്കുന്ന, മീറ്റിമീലെ സെഷനിൽ പങ്കെടുക്കുന്ന സാധകർക്കറിയാം, ഗുരു പറയാറുണ്ട്, കൈകൾ മുകളിലേക്ക് വെച്ച് ആ നിത്യസത്യത്തിൽ നിന്നുള്ള ഊർജം പൂർണ്ണമായി ഏറ്റെടുക്കണം. അടുത്ത സ്റ്റെപ്പ് പറയുന്നത് ഈ ഊർജവും മേടിച്ചുകൊണ്ട് നമ്മളങ്ങ് പോകണം എന്നല്ല. എന്താണോ നമ്മളിലേക്ക് ഒഴുകി വന്നത്,
ഒരു നല്ല പ്യുവർ കണ്ടക്ടറായി, ശുദ്ധ ചാലകമായി നിലനിന്നുകൊണ്ട് ആ കിട്ടിയ ഊർജത്തെ മുഴുവൻ ഈ പ്രകൃതിയിലേക്ക്, ഈ ധരിത്രിയിലേക്ക് ലയിപ്പിക്കണമെന്നാണ് പറയുന്നത്. മീരാഭായിയും അതേപോലെ ഒരു കച്ചവടം വൃന്ദാവനത്തിൽ ചെയ്യുകയാണ്. തൻ്റെ തപസ്സുകൊണ്ട്, തൻ്റെ കൃഷ്ണഭക്തി കൊണ്ട്, തൻ്റെ ത്യാഗം കൊണ്ട് വിരിയിച്ചെടുക്കുന്ന ഓരോ പൂക്കളും അതർഹിക്കുന്നവർക്ക്, അതാഗ്രഹിക്കുന്നവർക്ക് പകർന്നു കൊടുക്കുവാൻ വേണ്ടി ഇതേപോലെയുള്ള ധ്യാന കേന്ദ്രങ്ങൾ അവിടെയും തുറന്നു മീരാഭായി എന്നാണ് അതിൻ്റെ അർത്ഥം. जोगी आया जोग करण को तब करने सन्यासी, हरि भजन को साधु आया वृंदावन के वासी. ഇവിടെ എല്ലാവരും വരും. ആരാണ് വരുന്നത്? യോഗികൾ യോഗം ചെയ്യാനായി വരും. സന്യാസിമാർ തപസ്സനുഷ്ഠിക്കാനായി വരും. ഓർത്തിരിക്കണം, സാധന ചെയ്ത് ആ അഖണ്ഡ ബോധത്തെ തിരിച്ചറിയാൻ ശ്രമിക്കുന്ന ഓരോ വ്യക്തികളും സഞ്ചരിക്കുന്നത് വൈവിധ്യമാർന്ന പല മാർഗങ്ങളിലൂടെയാണ്. മീര അതാണ് ഇവിടെ പറയുന്നത്. കുറേ പേർ യോഗ ചെയ്യുന്നു, കുറേ പേർ തപസ് ചെയ്യുന്നു. എന്തിനു വേണ്ടി? ഈ കണ്ണൻ്റെ, എൻ്റെ മുരളീധരൻ്റെ സാന്നിധ്യം ദർശനം ലഭിക്കുവാൻ വേണ്ടി. എന്നാൽ യോഗയറിയാത്ത, തപം എങ്ങനെ ചെയ്യണമെന്നറിയാത്ത, യാതൊരു വിധത്തിലും ഭൗതികമായ സാഹചര്യങ്ങളെ ത്യജിക്കാൻ കഴിയാത്ത ഈ വൃന്ദാവനവാസികളായ ഞങ്ങൾ ചെയ്യുന്നത് ഹേ ഹരേ 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 എന്ന്, ഹേ രാധേ 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 എന്ന്, ഹേ കണ്ണ കണ്ണ എന്ന് വിളിച്ചുകൊണ്ട് തനിക്കനുവദിച്ചു തന്ന ഈ ജന്മത്തിലെ മുഹൂർത്തങ്ങൾ മുഴുവൻ ഞങ്ങൾ വൃന്ദാവനവാസികൾ അങ്ങയുടെ സാന്നിധ്യത്തെ, അങ്ങയുടെ ദർശനത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ആ നാമജപങ്ങളിലൂടെ അങ്ങനെ ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. ഒരു പക്ഷേ നമുക്ക് ഈ ആത്മീയ ഗാനത്തിലൂടെ കടന്നു പോകുമ്പോൾ തോന്നിയേക്കാം വളരെ എളുപ്പമായ ഒരു വഴി, അത് മീരാഭായി നമുക്ക് പറഞ്ഞു തരികയാണ് എന്ന് നമുക്ക് തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം. ഒരിക്കലും അങ്ങനെ തെറ്റിദ്ധരിക്കരുത് എന്ന അപേക്ഷയാണ് ഇവിടെ വരുന്ന ഓരോരുത്തരുടെ മുമ്പിലും എനിക്ക് വയ്ക്കാനുള്ളത്. ഒരാത്മഗതം പോലെ എനിക്ക് പറയാനുള്ളത്, ആദ്യകാലങ്ങളിൽ ഗുരു നിത്യജപത്തിനു വേണ്ടി മന്ത്രം ഉപദേശിച്ചു തരുമ്പോൾ KSRTCയിൽ വർക്ക് ചെയ്തിരുന്ന ഒരു കണ്ടക്ടറാണ് ഞാൻ. ഓരോ ടിക്കറ്റ് കൊടുക്കുമ്പോഴും എൻ്റെ മന്ത്രം ജപിക്കാൻ ഞാൻ ശ്രമിക്കും. ടിക്കറ്റ് കൊടുത്ത് അതിൽ വരുന്ന ബാക്കി കൊടുക്കണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ആൾക്കാർക്ക് ഇറങ്ങണം, യാത്രക്കാർക്ക്. ഓട്ടോമാറ്റിക്കലി നമ്മളിത് മറക്കും, നമ്മുടെ മന്ത്രം മറക്കും, നമ്മൾ അതിനകത്തിലാകും. ചിലപ്പോൾ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ഓർമ്മ വരുന്നത്, എവിടെ ഗുരുമന്ത്രം എവിടെ എന്ന് നമ്മൾ ആലോചിക്കുമ്പോഴാണ് നമ്മൾ നിരാശരാകുകയല്ല ചെയ്യുന്നത്. ഈ നിമിഷങ്ങൾ ഇങ്ങനെയായിരുന്നു എങ്കിൽ ഈ നിമിഷം ഞാൻ ഇങ്ങനെ ഉപയോഗിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ജപം അവിടെ തുടരും. ഇത് കാലാകാലങ്ങളിലായി നമ്മൾ ആവർത്തിക്കുമ്പോഴാണ് ആ ജപം ചുണ്ടുകളിൽ നിന്നും ഉള്ളിലേക്ക് ചെല്ലുന്നത്. അങ്ങനെ ഉള്ളിലേക്ക് നിരന്തരം ആ ജപം നടക്കുന്നവരാണ് അവധൂതന്മാരായി നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. അവരോട് ഭക്തിയുടെ ഗോഷ്ഠികളൊന്നും കാണിച്ചാൽ അവർ മൈൻഡ് ചെയ്യത്തേയില്ല. അവർക്ക് രാവില്ല, പകലില്ല, ത്രിസന്ധ്യയില്ല, തെക്കോട്ടെന്നില്ല, വടക്കോട്ടെന്നില്ല, കിഴക്കോട്ടെന്നില്ല. നമ്മുടെ ഗുരു പറയുന്നത് പോലെ നിനക്ക് കിഴക്കേതാണെന്ന് സംശയമുണ്ടെങ്കിൽ ഒരു സാധന ലാമ്പ് മേടിച്ച് വെച്ച് കത്തിച്ചോണം. കാരണം അത് നേരെ ഒരൊറ്റ തിരിയുള്ളൂ, മുകളിലേക്ക് നിൽക്കൂ, നിത്യസത്യത്തിലേക്ക് അത് നിൽക്കൂ എന്ന് നമ്മളോട് പറഞ്ഞ് നമ്മളിലുള്ള എല്ലാ കൺഫ്യൂഷനുകളെയും, ആചാരാനുഷ്ഠാനങ്ങൾ നമുക്ക് സമ്മാനിക്കുന്ന എല്ലാ കൺഫ്യൂഷനുകളെയും ഓരോ ഉത്തരങ്ങളിലൂടെ മാറ്റിയെടുത്ത് എങ്ങനെയാണോ ഒരു കരിവീരൻ ഈ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്, അതേപോലെ ഒരു സാധകനെ ഈ സമൂഹത്തിലേക്ക് ഗുരു ഇറക്കിവിടും. ഒരു സംശയവും അക്കാര്യത്തിലില്ല. അതുതന്നെയാണ് മീരയും ഇവിടെ പറയുന്നത്. നിരന്തരമായ ജപം, നിരന്തരമായി അങ്ങയോടുള്ള ഭക്തി. അങ്ങയോടുള്ള ഭക്തി എന്ന് പറയുമ്പോൾ ഭഗവാനോടുള്ള ഭക്തി എന്നാണ്, ഈശ്വരനോടുള്ള ഭക്തി എന്നാണ്, നിത്യസത്യത്തോടുള്ള ഭക്തി എന്നാണ്.
അതിനെ നമ്മൾ യേശുവായും അള്ളാഹുവായും കൃഷ്ണനായും പരമേശ്വരനായും ഒക്കെ തിരിക്കുന്നത് നമ്മുടെ ഉള്ളിലെ ഗുണമെന്താണോ അതിൻ്റെ പ്രതിരൂപത്തെയാണ് നമ്മൾ ആരാധിക്കുന്നതെന്നും നമ്മൾ മറക്കരുത്. എനിക്കിഷ്ടം ശിവനെയാണ് എന്ന് പറഞ്ഞാൽ സംഹാരത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നൊരർത്ഥം കൂടി അതിനുണ്ട്. എൻ്റെ ഇഷ്ടം വിഷ്ണുവിനോടാണ് എന്ന് പറഞ്ഞാൽ സുരക്ഷിതത്വം, സംരക്ഷണമാണ് എനിക്ക് പ്രിയപ്പെട്ടത് എന്നർത്ഥമുണ്ട്. സംഹാരവും സംരക്ഷണവും എന്താണ് എന്നുള്ളത് വേറെ കാര്യം. നമ്മളിലെ അധമമായ ചിന്തകളെ, നെഗറ്റീവ് ചിന്തകളെ, പ്രതിലോമ ചിന്തകളെ ഹനിച്ച് തള്ളുന്നവനാണ് മഹാദേവൻ. നമ്മളിൽ എന്താണോ സത്യമായി നിലനിൽക്കുന്നത് അതിനെ സംരക്ഷിച്ച് നിർത്തുന്നവനാണ് മഹാവിഷ്ണു. നമ്മളിൽ ഇല്ലാത്ത, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടായിരുന്നതും നമ്മൾക്കറിയാൻ വയ്യാത്തതുമായ ഈ ആരോഗ്യപരമായ ചിന്തകളെ, ശരിക്കുമുള്ള സത്യമായ ചിന്തകളെ നമ്മളിൽ അങ്കുരിപ്പിക്കുന്നവനാണ് ബ്രഹ്മാവ്, സാക്ഷാൽ ഗുരു. ഇത് നമ്മൾ മറക്കരുത്. നമുക്കപ്പോൾ ആരെയും പ്രാർത്ഥിക്കാം, അയൽക്കാരനെ നമ്മളെ പോലെ സ്നേഹിക്കാം, ഒരു വിരോധവുമില്ല. ശബ്ദമാണ് ആദിയിൽ ഉണ്ടായതെന്ന് പറഞ്ഞാലും വിരോധമില്ല, അതല്ല മറ്റൊന്നുണ്ടായതാണെന്ന് പറഞ്ഞാലും വിരോധമില്ല. എന്താണോ ഉണ്ടായത് എന്ന് നിരീക്ഷണം ചെയ്യാൻ, അന്വേഷിക്കാനുള്ള ത്വര നമ്മൾ ഉണ്ടാകണം. ആ ത്വരയിലൂടെ സായുജ്യം നേടിയവരുടെ വാക്കുകൾ നമ്മൾ കേൾക്കണം എന്ന് മാത്രമാണ് ഗുരുദാസിൻ്റെ അപേക്ഷ. അപ്പോൾ പലവിധമായ, എങ്ങനെയാണോ നദികൾ ഉത്ഭവിച്ച്, അരുവിയായി ഉത്ഭവിച്ച് ഈ ഭൗതികത മുഴുവൻ ഏറ്റുവാങ്ങി അതിൻ്റെ സംഹാര താണ്ഡവമാടി സാഗരത്തിലേക്കെത്തി സാഗരമായി മാറുന്നത്, പിന്നെ സാഗരത്തിൻ്റെ ഗുണം മാത്രമേ അതിനുള്ളൂ നദികൾക്ക്. എന്നാൽ സാഗരത്തിനിതിൽ നദിയുണ്ട് എന്ന ചിന്തയുണ്ട് എന്നുകൂടി നമ്മൾ ഓർക്കണം. അങ്ങനെയുള്ള സാഗരത്തിൽ ലയിക്കുന്നതിനാണ് യോഗ നമ്മൾ ചെയ്യുന്നത്. അങ്ങനെയുള്ള സാഗരത്തിൽ ലയിക്കുന്നതാണ് നമ്മൾ തപസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ആ മഹാസത്യത്തെ അറിയുന്നതിനാണ് നമ്മൾ ജപം ശീലമാക്കുന്നത്. അതിനാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സാധന ചെയ്യുന്നത് എന്നുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ഓരോരുത്തർക്കും ഓരോ മാർഗം, അവനവൻ്റെ ഉള്ളിൽ എന്താണോ കുടികൊള്ളുന്നത് അതിനനുസരിച്ചുള്ള നിർദ്ദേശങ്ങളാണ് ഗുരു നമ്മളിലേക്ക് പകരുന്നത് എന്ന് നമുക്ക് ഉത്തമ ബോധ്യമുണ്ടാകണം. അവസാനം ശിവനായാലും വിഷ്ണുവായാലും ജീസസ് ക്രൈസ്റ്റ് ആയാലും എല്ലാം ഒന്നിക്കും, സാധകനിൽ ഒന്നിക്കും. പിന്നെ അവൻ എവിടെ പോയാലും, അവനെ മെക്കയിൽ കൊണ്ടുവിട്ടാലും, അവനെ ഗുരുവായൂർ കൊണ്ടുവിട്ടാലും, അവനെ ജെറുസലേമിൽ കൊണ്ടുവിട്ടാലും എല്ലാം ആ സത്യം മാത്രം അവനിൽ ജ്വലിച്ചു നിൽക്കും. ആ സത്യത്തെ ജ്വലിപ്പിക്കുവാനുള്ള ശ്രമമാണ് ഗുരു ചെയ്യുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. മീര കെ പ്രഭു ഗഹൻ ഗംഭീർ സദാ ബസേ ജി ധാര ആദി രാത് പ്രഭു ദർശൻ ദീനെ പ്രേം നദിക്ക് തീരെ. ഇത്രയൊക്കെ ഞാൻ ചെയ്താൽ കൃത്യമായി എൻ്റെ അവകാശം മേടിക്കണം, കൃത്യമായി ശമ്പളം മേടിക്കണം, കൃത്യമായി സേവനം ചെയ്യണം. അങ്ങനെ അങ്ങയുടെ ദർശനം എൻ്റെ സേവനമാണ്, എൻ്റെ ശമ്പളം അങ്ങനെ അനുവദിക്കുന്ന നാമജപങ്ങളാണ് എനിക്ക് കിട്ടേണ്ട അവകാശം. അങ്ങയോട് എനിക്ക് തോന്നേണ്ട ഭക്തിയും ജപവുമാണ് എന്ന സത്യത്തെ, ആ സത്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ അതിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ തീർച്ചയായും എൻ്റെ പ്രഭു, ആ പ്രഭു എനിക്ക് ആ ദിവ്യമായ ദർശനം നൽകും. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതുപോലെ മീരാബായി പറയുന്നു, അർദ്ധരാത്രിയിലാണ് ഈ ദർശനം. അതെന്തപ്പോൾ അർദ്ധരാത്രിയിലൊരു ദർശനം? നമ്മൾ പറയുന്ന ത്രിസന്ധ്യ മോശമാണോ? നമ്മൾ പറയുന്ന പുലർകാലം മോശമാണോ? അതുമാത്രമല്ലല്ലോ മീരാബായി പറയുന്നത്, ഒരു നദിക്കരയിലാണ് എനിക്ക് ആ ദർശനം ലഭിക്കുക. ഒരു നദിക്കരയിലാണ് അങ്ങയുടെ ദർശനം ലഭിക്കുക. എനിക്കറിയാം. നമ്മൾ ജപിക്കുമ്പോൾ, നമ്മളേതായ സാധന ചെയ്യുമ്പോഴെല്ലാം അതിൽ നിന്നും ഒരു കണക്ക് കൂട്ടലുണ്ട്. അതിൻ്റെ ഒരു ലംസം എടുക്കും. എടുത്തിട്ട് ഓരോ സാധകനും പ്രസക്തമായ ഒരു സമയമുണ്ട്.
ആ സമയത്ത് മാത്രമേ ആ ദിവ്യമായ ദർശനം നമുക്ക് ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ കാലത്തിൻ്റെ പ്രാധാന്യമാണ് ഈ മീരാഭായി നമ്മളോട് പറയുന്നത്. എന്താണ് കാലത്തിൻ്റെ പ്രാധാന്യം? 10 ജന്മം കൊണ്ടും നമുക്ക് നേടാം. ഇനി ജന്മമില്ല എന്ന് പറഞ്ഞ് ഈ ജന്മം കൊണ്ടും നമുക്ക് നേടാം. ഈ ജന്മമേ അസത്യമാണെന്ന് ധരിച്ചും നമുക്ക് നേടാം. ആവശ്യം പോലെ വഴികളാണ്. അങ്ങനെയല്ലേ? ആവശ്യം പോലെ വഴികളാണ് ഇതിനകത്തിൽ. പക്ഷെ ഓർത്തിരിക്കണം, ഇവിടെ നമ്മൾ ധ്യാനം ചെയ്യുമ്പോൾ എത്ര മണിക്കൂറുകൾ നമ്മൾ ചിലവഴിച്ചു എന്നല്ല കൗണ്ട് ചെയ്യപ്പെടുന്നത്. ഞാൻ 3 മണിക്കൂർ ഇരുന്നിരുന്നു, ഞാൻ 2.5 മണിക്കൂർ ഇരുന്നു, ഞാൻ 6 ദിവസം കഥ കടച്ചിട്ടിരുന്നു, ഒരു ഫലവുമില്ല എന്നുള്ളതാണ്. പിന്നെന്താണ്? ഏതെങ്കിലും ഒരു നിമിഷം, നമ്മുടെ സാധനയുടെ ഏതെങ്കിലും ഒരു നിമിഷം നമുക്ക് നമ്മളെ മറന്ന് അതിൽ ലയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ധ്യാനിച്ചവനും ധ്യാനവും ധ്യേയമായിട്ടുള്ളതും ഒന്നായി മാറി ധ്യേയം മാത്രം അവശേഷിക്കുന്ന പരമമായ ഒരവസ്ഥയിൽ ഒരു നിമിഷമെങ്കിലും നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെയാണ് ബോധപ്രാപ്തൻ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് പരമഹംസർ രാഖാലിനെ കാണുമ്പോൾ ഭാവസമാധിയിലേക്ക് പോകുന്നത്. ഓർത്തിരിക്കണം, സമയത്തിൻ്റെ ദൈർഘ്യമല്ല, സമർപ്പണമാണ്, അഹം കളഞ്ഞ സമർപ്പണമാണ്, നിഷ്കാമ കർമ്മമാണ് ആ ദിവ്യ ദർശനത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. കുരിശുമല മുഴുവൻ കയറണം, കയറിയാലേ അങ്ങ് ചെല്ലാൻ പറ്റൂ. അത് ഞാൻ ചെല്ലും, കാരണം എൻ്റെ മുമ്പേ ഒരാൾ നടന്നു പോയിട്ടുണ്ട്, അദ്ദേഹം അവിടെ ചെന്നിട്ടുണ്ട് എന്ന ഉറച്ച ബോധ്യം നമ്മളിലുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ നമ്മൾ പിന്തുടരും. അഹം നമ്മൾ മാറ്റിവെക്കും. എപ്പോഴും ഓർത്തിരിക്കണം, സാധകന് കിട്ടുന്നതെല്ലാം പൊൻതളികയിൽ വെച്ച് നീട്ടുന്ന സ്വർണ്ണക്കരണ്ടി ആയിരിക്കില്ല. അവനെ അവൻ്റെ പ്രതിസന്ധികളിലൂടെ നേരിട്ടിടപെടുത്തി ആ പ്രതിസന്ധികളെയെല്ലാം ഒറ്റയാനായി നിന്ന് തരണം ചെയ്ത് അവൻ എവിടെയാണോ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്ന പരമമായ പദമാണ് സാധനാപദം, ധ്യാനപദം എന്ന് നമ്മൾ ഓർത്തിരിക്കണം. അപ്പം ധ്യാനവും ധ്യേയവും ഒന്നായി അവസാനം ധ്യേയം മാത്രം അവശേഷിക്കുന്ന ഞാനും നീയും ആ പരമസത്യവുമെല്ലാം ഒന്നാകുന്ന ആ അപൂർവമായ നിമിഷത്തിലേക്കുള്ള യാത്രയാണ് ഓരോ സാധകൻ്റെയും ഓരോ മനുഷ്യ ജന്മങ്ങളുടെയും എന്ന് നമ്മൾ ഓർത്തിരിക്കണം. അപ്പോൾ മീര പറയുന്നു, അർദ്ധരാത്രിയിൽ മീര പറഞ്ഞ നദിക്കൊരു പ്രത്യേകതയുണ്ട്. പ്രേമസാഗര തീരമാണത്. പ്രേമസാഗര തീരമാകുന്ന, പ്രേമസാഗരമൊഴുകുന്ന, പ്രേമമാകുന്ന നദി ഒഴുകുന്ന ആ നദിയുടെ കിന്നരിയിൽ, അതിൻ്റെ തീരത്ത് അർദ്ധരാത്രിയിൽ അങ്ങനെക്ക് ദർശനം നൽകും. അർദ്ധരാത്രിയിൽ എന്ന് പറഞ്ഞാൽ കുറ്റാക്കുരുത്തും അന്ധകാരത്തിലും നമുക്ക് വെളിച്ചം കാണാൻ കഴിയുന്ന അപൂർവമായ സിദ്ധിവിശേഷം നമ്മളിൽ ഉണർത്താൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ ഉണർത്തുമ്പോൾ ആ പരമമായ സത്യത്തെ നമുക്ക് ബോധ്യപ്പെടും. അതുകൊണ്ട് നമുക്ക് ഐശ്വര്യമായിട്ട് അങ്ങോട്ട് തുടങ്ങാം. ഒരു കാര്യം ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് ഈ ഭാഷണം ഞാൻ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. ഓർത്തിരിക്കുക, നമ്മളായിട്ടൊന്നും ആർജിക്കുന്നില്ല, നമ്മളായിട്ടൊന്നും കളയുന്നുമില്ല. കിട്ടുന്നതെല്ലാം ആ ദ്വയം മാത്രമാണ്. അതറിഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ കാലം കഴിച്ചാൽ, സാധന ചെയ്താൽ, ജപം തുടർന്നാൽ തീർച്ചയായും ആ സത്യത്തെ നമുക്കറിയാൻ കഴിയും. മീരാഭായി പോലെ കാലാതീതയായി ഇന്നും എന്നും ഈ ലോകത്ത് ജീവിക്കാൻ നമുക്ക് കഴിയും. അങ്ങനെ നമുക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്തുകൊണ്ട് അപേക്ഷിക്കുന്നു. ഹരി ഓം, ഹരി ഓം.